ഇന്നലെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. അപ്പം എനിക്കൊരു ഒരാൾ എനിക്കൊരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഒരു പടം അയച്ചു. അപ്പോൾ അതിൽ വി ആർ താങ്ക്ഫുൾ ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ അയാളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു പടം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൽ ഒരു പെൻസിലിങ്ങനെ ബ്രോക്കനായിട്ടിരിക്കുന്നു. അപ്പം അതാലോചിച്ച് കൂട്ടത്തില്ല ടീച്ചേഴ്സിനെ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോഴും എനിക്ക് ടീച്ചേഴ്സുണ്ട്. ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ. ഇപ്പം ഈ വീഡിയോ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവരുടെ ടീച്ചിങ്സിനൊക്കെ എത്രയോ വാല്യൂ ഉണ്ട്. ഇപ്പം ബൈബിളാണെങ്കിൽ പോലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള എഴുതിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും അത് ജീവിപ്പിക്കുന്ന വചനം തന്നെയാണ്. അപ്പം അപ്പോൾ ഇന്നലെ അതാലോചിക്കുന്ന കൂട്ടത്തിൽ സ്കൂളിൽ വെച്ച് നടന്നൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. ഇപ്പം 8th ഞാൻ പഠിക്കുമ്പോഴാണ് ഷിബു ഫിലിപ്പ് എന്ന് പറഞ്ഞ പുള്ളി നോർത്തിൽ നിന്നാണ് വന്നത്. നോർത്ത് ഇന്ത്യയിലായിരുന്നു അവർ. അപ്പം പുള്ളിക്കൊരു നോർത്തേൺ ആക്സൻറ്റും ഉണ്ട്. മലയാളം സംസാരിക്കുമ്പോഴൊക്കെ ചെറു ആക്സൻറ്റോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നിച്ച് ലഞ്ചിന് പോകുന്നതൊക്കെ. അപ്പം നല്ലൊരു ഇച്ചിരിയുടെ പ്രായത്തിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി പുള്ളിക്ക് അന്ന് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ദ വേ ഹി ഡ്രസ്ഡ് ആണെങ്കിലും നടക്കുന്ന എല്ലാം തന്നെ വേറൊരു ഒരു മെച്യൂർ രീതിയിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആളുടെ ഒരു മെച്യൂരിറ്റി ഒന്നും അല്ല പുള്ളിക്ക്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഫിസിക്സിൻ്റെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അപ്പം അന്ന് അവിടുത്തെ പ്രിൻസിപ്പളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം പ്രിൻസിപ്പൾ അങ്ങനെ വളരെ ക്ഷമയുള്ളൊരു പ്രിൻസിപ്പളാണ്. പക്ഷേ അന്ന് പ്രിൻസിപ്പൾ വന്നത് ഒരു ചൂരലും കൊണ്ട്. അതായത് ഹോംവർക്കൊക്കെ ചെയ്തു. കാര്യം സ്ഥിരമായിട്ട് ഹോംവർക്ക് ചെയ്യാത്തവരുണ്ട്. അന്ന് ഞാൻ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യുന്ന, പക്ഷേ ആ ദിവസം ഞാൻ ആ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാൻ അന്നേരം സാറ് ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പം ഞാനപ്പോഴും ഈ ഷിബു എൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഷിബുവിൻ്റെ ബുക്ക് നോക്കിയിട്ട് ഞാൻ പതുക്കെ എഴുതാൻ തുടങ്ങി. ഹോംവർക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സാറിങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ നോക്കി വരിക. നോക്കി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് അവൻ്റെ ബുക്കും അവൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ബുക്കുമാണ്. അപ്പം എൻ്റെ നോക്കി ശരിക്കും പറഞ്ഞാൽ അടുത്ത ആളെ നോക്കിയപ്പോഴത്തേക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടേണ്ടുന്ന അടി ശരിക്കും പറഞ്ഞാൽ അവനെ എണ്ണിപ്പിച്ചിട്ട് അവന് അടി കൊടുക്കുക ചെയ്യും. അവൻ പക്ഷേ അവനൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തെന്നുള്ള അത്രയ്ക്ക് നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവനാണ് ഹോംവർക്ക് ചെയ്യാത്തതെന്നുള്ള രീതിയിൽ അവന് കൈ നീട്ടിയിട്ട് അടി മേടിക്കുക ചെയ്തു. ശരിക്കും എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് ഒലച്ചൊരു സംഭവമാണ്. ആൻഡ് ഐ താങ്ക് ഹിം സോ മച്ച്. എന്നിട്ട് പോലും ഞാൻ എണ്ണീറ്റെന്ന് പറയുന്നില്ല. കാര്യം ആ പ്രായവും ആ പ്രൈഡും ആ ഷെയിം എന്തോ ആയിരിക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ അടി കിട്ടിയെന്ന് വരും. ഭയമായിരുന്നായിരിക്കും. എങ്ങനെയാണെങ്കിലും ഐ കുഡൻറ്റ് ആക്ച്വലി സ്റ്റാൻഡപ്പ്. അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യാനായിട്ട് എനിക്കന്ന് പറ്റിയില്ല. പക്ഷേ ഐ വാസ് സോ താങ്ക്ഫുൾ ടു ഹിം അറ്റ് ദാറ്റ് ടൈം. പിന്നീട് സ്കൂൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഒത്തിരിയും കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പിന്നെ കണക്റ്റഡ് ആയിട്ടില്ല. എവിടെയാണെന്നുള്ളത് പോലും എനിക്കറിയില്ല. പക്ഷേ ആ കൂട്ടത്തിലാണ് റോമൻസാണ് ഇപ്പം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബൈബിളിലെ ബുക്ക് റോമൻസാണ്. അപ്പം അതിലാണെങ്കിൽ പോലും കർത്താവ്, പാപമില്ലാത്ത കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പാപമായി തീരുകയും കർത്താവിൻ്റെ ശിക്ഷ, ദൈവത്തിൻ്റെ ശിക്ഷ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഏൽക്കുകയും ചെയ്യുന്നു ക്രൂശിൽ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഷിബു എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഷിബുവിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം ദൈവം നമുക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പാപികളായിരിക്കും ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ടിരിക്കുമ്പോൾ തന്നെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തരികയും നമുക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ കർത്താവ് നമുക്ക് വേണ്ടി പാപമില്ലാത്തവൻ പാപമായി തീരുകയും ചെയ്തു. എന്നിട്ട് ദൈവകോപം കർത്താവിൻ്റെ മുകളിൽ വരികയും ചെയ്യുന്നു. നമുക്ക് വേണ്ടിയിട്ട് ശിക്ഷ അനുഭവിച്ച കർത്താവ്. ഇതും ഞാൻ ഓർത്തു ആ സമയത്ത്. ഓക്കെ, ഇതൊരു ബ്ലെസ്സിങ് ആകട്ടെ. നല്ല ആലോചനകളുണ്ടാകട്ടെ. ദൈവസ്നേഹമാണെങ്കിലും ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിലും എല്ലാം ദൈവത്തോടുള്ള സ്നേഹം കൂടട്ടെ.
ഇതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഇത് കാരണമാണെന്ന് വിചാരിക്കുന്നു. ഒത്തിരി സന്തോഷമായിട്ടിരിക്കുക, ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. താങ്ക് യു.